മീൻ കടയിൽ പോയി സകലമാന മീനുകളുടെ പേരും ചോദിക്കും വിലയും ചോദിക്കുന്ന എന്നെ കാണുമ്പോഴേ ഇപ്പോൾ കടക്കാരൻ ഒരു സൈഡിൽ നിന്ന് മീനിൻ്റെ വിലയും പറയും പേരും പറയും. എന്നിട്ടോ അവസാനം ഉടായിപ്പിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ഇന്ന് ഞാൻ മേടിച്ചത് കിളിമീൻ, ചെമ്പല്ലി, ഇനി വേറെ വല്ല പേരും ഉണ്ടോ എന്തോ. ഇനിയിപ്പോൾ എന്ത് പേരുണ്ടായാലും എന്താ ചേച്ചി, കശാപ്പ് ചെയ്യാനല്ലേന്ന് മീനിനെ തിരിച്ചും മറിച്ചും ഇട്ട് വരഞ്ഞു. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി. കുറച്ചിടുമ്പോൾ എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഇടണം എന്നൊരു ടെൻഡൻസിയാണ്. അത് എന്തിട്ടാലും, ഉപ്പിട്ടാലും മുളകിട്ടാലും ഞാൻ അങ്ങനെയാണ്. ഇനി നമുക്ക് ഉപ്പിട്ടത് കുറച്ച് കൂടിയോ എന്നൊരു സംശയം. സാരമില്ല, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും മീൻ വറക്കുന്നതിന് എന്തിനാ ഒലിവ് ഓയിലെന്ന്. വറക്കാനല്ല മക്കളെ, ഇത് നമുക്ക് ഇലയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനാണ്. ഉപ്പ് ഇച്ചിരി കൂടിയോ എന്നൊരു സംശയം തോന്നിയോണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അത് നമുക്കിനി പിന്നീട് ആവശ്യമുള്ളത് കൊണ്ടത് ആ ഇലയിൽ തന്നെ മാറ്റി വെച്ചു. പണ്ടാരോ പറഞ്ഞതുപോലെ മീൻ വരയുന്നതിലാണോ മീൻ മസാല തേച്ച് പിടിപ്പിക്കുന്നതിലാണോ മീനിൻ്റെ ടേസ്റ്റ് എന്നറിയില്ല. എന്തായാലും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എൻ്റെ വെയ്റ്റ് ലോസ് ഡയറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ മീൻ പുഴുങ്ങി കഴിക്കുക എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യാതിരിക്കരുത്. ഇനി മീനിലെ എല്ലാ മസാലയും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അടുത്ത മീനിനെ മസാല ഉള്ളിലും സൈഡിലും എല്ലാം തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഒരു മസാലയും കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനി റെഡിയാക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. പിന്നെ ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് നല്ലതുപോലെ മസാല തിരുമുക. ഇനി നമുക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിക്കണം. മീനേലും നമുക്ക് ആ നാരങ്ങാ നീര് ഒരു മുറി മസാലയ്ക്കും എടുക്കാം, ഒരു മുറി നാരങ്ങാ നീര് നമുക്ക് മീനേലും തേച്ച് പിടിപ്പിക്കാം. നാരങ്ങയൊക്കെ നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാം. അതിനായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പച്ചക്കറി ഓരോന്നും എടുത്തിട്ട് ഈ മസാല അതിൽ തേച്ച് കൊടുക്കാം. ആദ്യം തക്കാളിയിൽ തേച്ച് മീനിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഈ മസാല കുറേശ്ശെ പുരട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ മീനും ഈ പച്ചക്കറിയെല്ലാം മുകളിൽ വെച്ചിട്ട് ഈ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവാം. പുഴുങ്ങിയെടുക്കുന്നതിന് ഒരു നോൺ സ്റ്റിക്ക് പോലൊരു പാത്രമുണ്ട്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും നമുക്ക് വെച്ച് കൊടുക്കാവുന്ന ഒരു പാത്രമാണ്. അതിപ്പോൾ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പോലും നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. തവയിൽ വെച്ചിട്ട് ഈ വാഴയില ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്യാം. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഇനി ക്യാപ്സിക്കത്തിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് എടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അങ്ങോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാത്ത എന്ത് ഐറ്റം അല്ലേ? എനിക്കാണെങ്കിൽ എന്തിനും ഏറെ കറിവേപ്പില ഇടുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം ആ ഇല ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരില മുകളിലേക്ക് വെച്ചിട്ട് അത് മടക്കി ഈ ഇലയുടെ തന്നെ നടുക്കത്തെ ആ ഒരു സാധനം കൊണ്ടാണ് കെട്ടുന്നത്. അത് മടക്കി നമുക്ക് നല്ലതുപോലെ ഇത് ആ ഒരു സാധനം കൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇല പൊട്ടി അതൊന്നും സാരമില്ല, ഇല പൊട്ടിയതൊന്നും പ്രശ്നമില്ല. നമുക്ക് അവിടെ വെച്ചൊരു കെട്ടങ്ങ് കെട്ടുമ്പം അതൊക്കെ ഓക്കെ ആവും. നമുക്കിനി അതെടുത്തിട്ട് ആ പാത്രത്തിനകത്തോട്ട്, ഞാൻ ഇതാണ് പറഞ്ഞ പാത്രം, അകവും പുറവും തിരിച്ചും മറിച്ചും നമുക്ക് വെക്കാവുന്ന പാത്രമാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് ഈ വാഴയില എടുത്ത് വയ്ക്കാം. ഇനി സ്റ്റൗവിൽ തീ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അത് ചൂടാക്കാം. ഈ സമയം കൊണ്ട് ഞാൻ തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റെഡിയായോ എന്നൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഞാൻ തുറന്നപ്പോൾ നല്ലതുപോലെ ഇലയെല്ലാം വാടി ആ കരിഞ്ഞിരിക്കുന്നത്
ഇലയുടെ അടിയിലോട്ട് വന്ന മസാലയാണ്, അല്ലാതെ നമ്മുടെ മീനൊന്നും കരിഞ്ഞിട്ടില്ല, ഇലയും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആ കെട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. വാവ്, നല്ല മണമാണ് വരുന്നത്. കാരണം വാഴയിലയുടെ മണവും ഈ മീനും പച്ചക്കറിയും കൂടെ പുഴുങ്ങിയിട്ടുള്ളൊരു മണവും എല്ലാം കൂടെ നല്ല സൂപ്പറാ മണം വന്നു. ഇനി രുചി എന്താണെന്നറിയില്ല, നോക്കാം. നോക്കിക്കേ, നമ്മുടെ പച്ചക്കറിയും മീനും എല്ലാം വെന്തു. നമുക്കൊരു സൈഡിൽ നിന്ന് ഒരു കഷ്ണം ഉണ്ടോ മീൻ പകുതിയായിട്ടിങ്ങ് പൊട്ടിച്ച് ഞാൻ എടുത്തു. ഒരു മീനിൻ്റെ പകുതി എടുത്തു. ഇനി ഞാൻ അതിൻ്റെ കൂടെ ഗോതമ്പ് ദോശയാണ് എടുത്തിരിക്കുന്നത്. കുറേ പച്ചക്കറി വാരിയിടാം. പച്ചക്കറി ഇതിൻ്റെ കൂടെ ഇരുന്ന് ആ മസാലയെല്ലാം പിടിച്ച് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ പച്ചക്കറിയിലും വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് നല്ല ചൂടാണ് കേട്ടോ. ആക്രാന്തം കൊണ്ട് ഞാൻ ചൂടോടെ അങ്ങ് എടുത്ത് കയ്യും പൊള്ളി. നോക്കിക്കേ, ഒരു കഷ്ണം നോക്കിക്കേ. മീൻ കറിയിലുള്ളതിനെക്കാട്ടിലും വെന്തിട്ടുമുണ്ട്, കറി വെക്കുന്നതിലും വെന്തിട്ടുമുണ്ട്, വറക്കുന്നതിൻ്റെ അത്ര ആയിട്ടുമില്ല, ആ ഒരു പരുവം. അടിപൊളി ടേസ്റ്റ്. കൈ പൊള്ളിയാൽ എന്താ, നമുക്ക് അടിപൊളി ടേസ്റ്റ്. ഇനി ബാക്കി എടുത്തിട്ട് അടച്ച് അതുപോലെ ആ പാത്രത്തിൽ തന്നെ നമുക്ക് വയ്ക്കാം. ഈ പാത്രം ഇല്ലെങ്കിലും ഈ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഈ പാത്രം വേണമെന്നൊന്നുമില്ല, നമുക്ക് തവയിൽ വേണേലും ഉണ്ടാക്കാം. ഇനിയിപ്പം ഞാനിതൊരു പിടി പിടിക്കട്ടെ. എന്തായാലും വെയിറ്റ് ലോസിൽ നമുക്ക് മീൻ അത്യന്താപേക്ഷിതമായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണത്. എണ്ണ ഒഴിച്ച് വറുത്ത് പൊരിച്ചല്ല കഴിക്കേണ്ടത്. ഒന്നെങ്കിൽ മീൻ കറി കഴിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കറി എല്ലാം കൂടി ഇട്ട്. കണ്ടോ, കൈ പൊള്ളി ചുവന്ന കണ്ടോ, പൊള്ളി ചുവന്നിരിക്കുന്നു. എന്നാലും വേണ്ടില്ല, അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെയും പിന്നെയും കഴിക്കാൻ. ആ ഗോതമ്പ് ദോശയുടെ ഒന്നും ആവശ്യമില്ല, ഈ മീൻ തന്നെ കഴിക്കാനാണ്. കുറച്ച് തക്കാളിയും ഒരു ഇച്ചിരി ക്യാപ്സിക്കോ ഒക്കെ കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ.